6-ാം നൂറ്റാണ്ടിനു ശേഷം ജീവിച്ചിരുന്ന പരിശുദ്ധ ഗ്രിഗോറിയോസ് ബാവായ്ക്കുണ്ടായ സ്വർഗ്ഗ-നരക ദർശനങ്ങൾ 7-ാമത്തെ ഭാഗം, അവസാന ഭാഗം. അനന്തരം മാലാഖ എന്നെ അതിർത്തിയില്ലാതെ വലിയ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അഗ്നി ജ്വലിക്കുന്നു. ചില ആളുകൾ അവിടെ തൂങ്ങിക്കിടക്കുന്നു. അവരുടെ കണ്ണുകൾ പുറകോട്ട് ഉന്തി തുറിച്ചു ചാടിയിരിക്കുന്നു. അഗ്നിക്കയറുകൾ കൊണ്ട് അവർ ബന്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. മുഖം കറുത്ത് ചുവന്നുന്തിയും കൊലപ്പല്ലുകൾ പുറത്തേക്ക് നീട്ടിയും അഗ്നി വടി പിടിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിപിശാചികൾ അവരെ കഠിനമായി അടിക്കുന്നു. അവർ അടികൊണ്ട് കമിഴ്ന്നു വീണ് ഉരുളുന്നു. ദയവ് ചെയ്യണമേ എന്ന ഉറച്ച സ്വരത്തിൽ നിലവിളിക്കുന്നു. പിശാചുക്കൾ അവരോട്, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളോടും ചെയ്യപ്പെടുന്നു. നിങ്ങളോട് ദയവില്ല. ദൈവം ഞങ്ങളോടും ദയ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ കൊലപാതകരായ അധികാരികളാകുന്നു. അനന്തരം മാലാഖ എന്നെ ഒരു വലിയ അഗാധ കുഴിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ആഴം എത്രയോ മാത്രമാണെന്ന് ഒരുവനും അറിഞ്ഞുകൂടാ. ഞാൻ നോക്കിയപ്പോൾ മഹാവലിയ അന്ധകാരം കണ്ടു. അന്ധകാര നിമിത്തം കാണുവാൻ നിവൃത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാലാഖ എന്നോട്, അവിടെ മഹാദുർഗന്ധമായതുകൊണ്ട് അങ്ങോട്ട് അടുത്ത് ചെല്ലുവാൻ നിനക്ക് നിവൃത്തിയില്ല എന്നും നീ ഇപ്പോൾ ദൈവത്തെ വന്ദിക്കുക എന്നും പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വന്ദിച്ചു. അപ്പോൾ അന്ധകാരമേ, നിന്നിലുള്ള അവസ്ഥ എൻ്റെ ദാസനെ കാണുവാനായിട്ട് വെളിപ്പെടുക എന്നും പിന്നീട് നിന്റെ അവസ്ഥയിലേക്ക് പിന്തിരിഞ്ഞു കൊള്ളുക എന്നും പറയുന്ന ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി. ഉടനെ അന്ധകാരം വെളിപ്പെട്ടു. മഹാദുഷ്കർമ്മങ്ങളിൽ അതിവേദനപ്പെടുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും ഞാൻ കണ്ടു. അവരെക്കുറിച്ച് ഞാൻ കരഞ്ഞുപോയി. അവർ ന്യായാനുസരണം അവരുടെ സ്ഥാനത്തെ പാലിക്കാതിരുന്നിട്ടുള്ള ദേറാക്കാരും ദേറാക്കാരികളും ആകുന്നു എന്ന് പറഞ്ഞു. അനന്തരം 2 വലിയ പർവ്വതങ്ങളുടെ ഇടയിലേക്ക് മാലാഖ എന്നെ കൊണ്ടുപോയി. ആ 2 പർവ്വതങ്ങളുടെ മധ്യേ കൂടി കടൽ പോലെ അഗ്നി ഒഴുകുന്നു. കടലിലെ പോലെ ഓളങ്ങളുമുണ്ട്. ചില ആളുകൾ അരക്കെട്ട് വരെ അതിൽ ഇറങ്ങി നിൽക്കുന്നു. ദൂതന്മാർ അവരുടെ തലയിൽ ഈയവും ഗന്ധകവും കീലും വെടിയുപ്പും ഉരുക്കി ഒഴിക്കുന്നു. ആ അഗ്നി സമുദ്രത്തിൽ അതികോപം പറയാവതല്ല. അഗ്നി ഒഴുകുന്നു കണ്ടാൽ ഭയങ്കരം തന്നെ. പുകയും അന്ധകാരവും അതിഭയങ്കരമായിട്ട് അതിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ആകാശത്തിൽ നിന്നും അഗ്നിക്ക് തുല്യമായ മൺകട്ടയും അഗ്നിക്കട്ടയും മറ്റും വീഴുന്നു. ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആകാശത്തിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടു. അതിൽ കൂടി മുഖസൗന്ദര്യമുള്ള ഒരു യുവാവ് പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ ശിരസിൽ പ്രകാശ കിരീടമുണ്ട്. അദ്ദേഹത്തിന് കൂടെ 3 മാലാഖമാരുമുണ്ട്. 2 പേർ ഇരുവശവും മെഴുകുതിരികൾ കത്തിച്ചു പിടിച്ചിരിക്കുന്നു. ഒരുവൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വാസനയുള്ള ധൂപം വീശുന്നു. ആ സുന്ദര പുരുഷൻ എന്നോട്, ഗ്രിഗോറിയോസേ, നിനക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഞാനും സമാധാനം പറഞ്ഞു. എന്റെ യജമാനനെ അവിടുന്ന് ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട്, ഞാൻ മത്തായി, ഏവൻഗേലിയോസ്തനാകുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം അവരോട്, അതായത് അതിവേദനപ്പെടുത്തുന്നവരോടായിട്ട്, കപടഭക്തിക്കാരെ, നിങ്ങൾ ദിവസവും ജനങ്ങളെ വേദപുസ്തകം വായിച്ച് കേൾപ്പിച്ചവരല്ലയോ എന്ന് പറഞ്ഞ് അവൻ പുസ്തകം വിടർത്തി. അതിൽ ഞാൻ നോക്കിയപ്പോൾ അഗ്നി കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം പുസ്തകത്തിൽ നിന്നും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് വേറുകെട്ട് പോയാൽ ഒന്നിനും കൊള്ളുകയില്ല എന്ന് വായിക്കുകയും അത് നമ്മുടെ കർത്താവ് തന്റെ ഏവൻഗേലിയോനിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുകയും അദ്ദേഹം പുസ്തകം മടക്കുകയും ചെയ്തു. പിന്നീട്, നീ സമാധാനത്തോടെ വസിക്കുക എന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം ആകാശത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം കാഴ്ചയ്ക്ക് ഭയങ്കരന്മാരും മൃഗസ്വഭാവികളുമായ പിശാചുക്കൾ വന്നു. അവരുടെ മുഖത്ത് തുപ്പി. അവർ അവരെ തങ്ങളുടെ സ്ഥാനത്തിന് ഒത്തവണ്ണം നടക്കാതെയും പ്രവർത്തിക്കാതെയും പൗരോഹിത്യത്തെ അശുദ്ധപ്പെടുത്തുകയും കൈക്കൂലി വാങ്ങുകയും ദ്രവ്യത്തിനു വേണ്ടി ദിവ്യ ശുശ്രൂഷകൾ കഴിക്കുകയും ചെയ്തിട്ടുള്ള പാത്രക്കീസന്മാരും എപ്പിസ്കോപ്പന്മാരും കശീശന്മാരും ഷമ്മാശന്മാരും ആകുന്നു എന്ന് പറഞ്ഞു. അനന്തരം മാലാഖ എന്നോട്, നീ എന്നെ പിന്തുടരുക. മഹാവലിയ വേദന ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ മാലാഖയെ പിന്തുടർന്നു. അവസാനമില്ലാത്ത ഒരു അന്ധകാര കുഴിയിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി. അതിന്റെ ആഴം എത്രയെന്ന് നിശ്ചയിക്കാൻ നിവൃത്തിയില്ല. മാലാഖ അന്ധകാരത്തോട് മാറുവാൻ കൽപ്പിക്കുകയും അത് മാറുകയും ചെയ്തു. അപ്പോൾ എത്രയും വളരെ അഗ്നി എരിയുന്നത് ഞാൻ കണ്ടു. അതിന്റെ അടിയിൽ മനുഷ്യർ ഇരിക്കുന്നുണ്ട്. സർപ്പങ്ങൾ അവരുടെ ശരീരത്തെ കടിച്ചു കീറുന്നു. ഹർമോനോ സർപ്പങ്ങൾ അവരുടെ തൊണ്ടയിൽ കൂടി അകത്ത് കടന്ന് മലദ്വാരത്തിൽ കൂടി പുറത്തു വരുന്നു. അറുക്കവാൾ പോലെ കടിച്ചു കീറുന്ന നീളമുള്ള പുഴുക്കൾ മൂക്കുകളിൽ കൂടി അകത്ത് കടന്ന് ശരീരത്തിന്റെ ഓരോ ഭാഗവും തുളച്ച് പുറത്തേക്ക് വരുന്നു. ആകാശത്തു നിന്നും അസ്ത്രങ്ങൾ അവരുടെ മേൽ പായുന്നു. അവിടുത്തെ ദുർഗന്ധം സഹിക്കുവാൻ വയ്യാത്തതാകുന്നു. ആനയെപ്പോലെ വലിയ സിംഹങ്ങൾ അവരിൽ ഓരോരുത്തരെ പിടിച്ച് കടിച്ചു ചീന്തുന്നു.
അവയുടെ വായ് തുറന്നാൽ ഏകദേശം 1 മൈൽ അകലം തോന്നിക്കും. എല്ലാവരും തീയിൽ പൊരിയുകയും ചെയ്യുന്നു. ഞാൻ അവരെക്കുറിച്ച് കരഞ്ഞ് കൊണ്ട് ഇവർ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ മാലാഖ എന്നോട്, ഇവർ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് കള്ളപ്രവാചകനിൽ വിശ്വസിച്ചവരാകുന്നു എന്ന് പറഞ്ഞു. പിന്നീട് മാലാഖ എന്നോട്, ഗ്രിഗോറിയോസെ, നീ ഇറങ്ങിയ സ്ഥലത്ത് എത്തുവാൻ 7 സംവത്സരത്തെ വഴിയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സമീപത്ത് കീഴോട്ട് നോക്കിയപ്പോൾ ഏറ്റവും ചെറുതായിട്ടൊന്ന് കണ്ടു. ഞാൻ മാലാഖയോട് അതെന്താകുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ഭൂമിയാകുന്നുവെന്നും സമുദ്രത്തിൽ ചെറിയ കപ്പൽ പോലെ അതിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നുവെന്നും പറഞ്ഞു. ഞാൻ കണ്ടതായ സർവത്തെക്കുറിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നീട് മാലാഖ എന്നോട്, ഗ്രിഗോറിയോസെ, നിനക്ക് കാണിപ്പാനായിട്ട് ദൈവം കൽപ്പിച്ചിട്ടുള്ള സകലവും നീ കണ്ടിരിക്കുന്നു. 21 ദിവസമായി നീ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. ഇനി നിനക്ക് തിരിച്ചു പോകാം. സുഖവും ദുഃഖവുമായി നീ കണ്ടിട്ടുള്ള സകലവും മനുഷ്യർക്ക് പ്രയോജനമാക്കി തീർക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ അറിയാതെ ഞാൻ എൻ്റെ മുറിയിലെത്തി. ആ കാഴ്ചകളെ വിട്ടുപിരിഞ്ഞതിനാൽ ഞാൻ ദുഃഖിച്ചു. പ്രയോജനകരമായ ഈ സംഗതികളെ എഴുതി വിശ്വാസികൾക്ക് പ്രയോജനം വരുത്തുവാൻ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഞാൻ അയച്ചു. സൃഷ്ടാവായി, ബലവാനായി, ജ്ഞാനിയായി, ദയവാനായി, മഹാകാരുണ്യവാനായി പിതൃപുസ്തക പരിശുദ്ധാത്മാവിനെ നാം മഹത്വപ്പെടുത്തണം. അഗ്നി നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനും പരിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിന് നമ്മെ യോഗ്യരാക്കുവാനും നാം ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രകാശത്തിന്റെ മാതാവും വെണ്മയുടെ വെടിപ്പുമായ കന്യകയായ ദൈവമാതാവായ മർത്താ മറിയത്തിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രത്യേകിച്ച് ഈ ദർശനം ലഭിച്ച മോർ ഗ്രിഗോറിയസ് ബാവയുടെ പ്രാർത്ഥനകളാൽ നാം എല്ലാവരും ദൈവേഷ്ടം പ്രവർത്തിക്കുന്നവരായി നിത്യാനന്ദം അവകാശപ്പെടാൻ സംഗതിയാകട്ടെ. ആമീൻ. ഈ നിങ്ങൾ ശ്രവിച്ച ഈ സ്വർഗനരക ദർശനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കപ്പെടണമെന്ന് ദയവായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് വിശ്വാസമില്ലാത്ത അനേകർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കും ഈ സൽപ്രവർത്തി ചെയ്യുന്നത് മൂലം നിത്യരക്ഷയ്ക്ക് അവകാശികളായി തീരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന.